സൂര്യകാന്തി. ഗൗതം അവളുടെ ഇരു തോളിലുമായി പിടിച്ചെഴുന്നേൽപ്പിച്ചു. ഒരാശ്രയം കിട്ടിയതുപോലെ ആര്യ ഗൗതത്തെ കെട്ടിപ്പിടിച്ച് അവൻ്റെ നെഞ്ചിൽ മുഖമമർത്തി കരഞ്ഞു. അവളുടെ കണ്ണീർ ഗൗതത്തിൻ്റെ നെഞ്ചിനെ ചുട്ടുപൊള്ളിക്കുന്നതുപോലെ തോന്നി. ഗൗതം അവളുടെ തലയിൽ തലോടി ആശ്വസിപ്പിച്ചുകൊണ്ടേയിരുന്നു. കുറച്ചു സമയം ഇരുവരും അങ്ങനെ നിന്നു. പെട്ടെന്ന് ആര്യ ഞെട്ടിപ്പിടഞ്ഞു മാറി. ഷേ, ഞാൻ എന്താ ഇപ്പോൾ ചെയ്തത്? അവൾക്ക് അവൻ്റെ മുഖത്ത് നോക്കാൻ ചമ്മൽ തോന്നി. അവൾ മുഖം കുനിച്ച് തല താഴ്ത്തി നിന്നു. ഇതുകണ്ട ഗൗതത്തിൻ്റെ ചുണ്ടിൽ പുഞ്ചിരി വിരിഞ്ഞു. അപ്പോൾ എൻ്റെ പെണ്ണിന് നാണമൊക്കെ ഉണ്ട് അല്ലേ? ഇത് കേട്ടപ്പോൾ ആര്യയുടെ മുഖം നാണത്താൽ ചുവന്നു തൊടുത്തു. ഗൗതം അവളുടെ അടുത്തായി ചേർന്ന് നിന്നു. എന്നിട്ട് അവളുടെ മുഖം ഇരു കൈകൾ കൊണ്ട് കോരിയെടുത്ത് നെറുകയിലായി ഗൗതം തൻ്റെ ചുണ്ടുകൾ അമർത്തി. അപ്പോഴേക്കും ഡോർ നോക്ക് ചെയ്യുന്ന ശബ്ദം കേട്ടു. ഇരുവരും പെട്ടെന്ന് തന്നെ അകന്നു മാറി. ദേവികയായിരുന്നു. കയറി വന്നപ്പോൾ ഗൗതം തൻ്റെ ചെയറിൽ പോയിരുന്നു. ആര്യയ്ക്കാണെങ്കിൽ ദേവികയുടെ മുഖത്ത് നോക്കാതെ ഷോൾ എടുത്തു മുഖത്തെ വിയർപ്പ് തുടച്ചുകൊണ്ട് സിസ്റ്റത്തിലേക്ക് കണ്ണു നട്ടിരുന്നു. ദേവിക ഗൗതത്തോട് എന്തൊക്കെയോ ചോദിച്ചുകൊണ്ട് കുറച്ച് സമയം നിന്നു. ശേഷം ആര്യയെ അടിമുടി ഒന്ന് നോക്കിയിട്ട് പുറത്തേക്ക് പോയി. ദേവികയുടെ മുഖത്ത് നോക്കാനുള്ള ശക്തി ഇല്ലാത്തതുകൊണ്ട് ആര്യ അവളെ നോക്കിയതേയില്ല. പിന്നീട് ഗൗതവും കുറച്ച് തിരക്കുകളിലായിരുന്നു. 1-2 പാർട്ടികൾ അവനെ മീറ്റ് ചെയ്യാനായി വന്നിരുന്നു. അവരുടെ സംശയങ്ങളൊക്കെ തീർത്തു കൊടുക്കുന്നത് ആര്യയായിരുന്നു. കാരണം ഓഫീസ് കാര്യങ്ങളിലെല്ലാം അത്ര കണ്ട് എഫിഷ്യൻ്റായിരുന്നു ആര്യ. വർമ്മ ഗ്രൂപ്പ്സ് ഗൗതത്തിൻ്റെ കമ്പനിയോട് ഒപ്പം തന്നെ കിടപിടിക്കുന്ന മറ്റൊരു പ്രധാന കമ്പനിയാണിത്. അതിൻ്റെ MD അഭയ് വർമ്മയാണ് ഇന്ന് ഓഫീസിൽ എത്തിയിട്ടുള്ളത്. 30നോടടുത്ത് പ്രായമുള്ള ക്ലീൻ ഷേവ് ഒക്കെ ചെയ്ത് സുന്ദരനായ ഒരു ചെറുപ്പക്കാരൻ. ഓഫീസിൽ എല്ലാവരും അവനെ നോക്കുന്നുണ്ട്. എല്ലാ പേരെയും വിഷ് ചെയ്തുകൊണ്ട് അവൻ ഗൗതത്തിൻ്റെ അടുത്തേക്ക് കയറി വന്നു. ഗൗതത്തിൻ്റെ ഒപ്പം ആര്യയും നിൽക്കുന്നുണ്ടായിരുന്നു. ആര്യയാണെങ്കിൽ അയാൾ ചോദിച്ച ചോദ്യങ്ങൾക്കെല്ലാം വ്യക്തമായ മറുപടിയായിരുന്നു കൊടുത്തത്. അത് കേട്ടുകൊണ്ട് അവളെ തന്നെ നിരീക്ഷിച്ചു നിൽക്കുകയായിരുന്നു അഭയ്. ആര്യയുടെ വർക്കിലുള്ള എഫിഷ്യൻസിയും അവളുടെ സംസാരവും ശാലീന സൗന്ദര്യവുമെല്ലാം അഭയെ ആകർഷിച്ചിരുന്നു. അവൻ്റെ നോട്ടം അത്ര ശരിയല്ല എന്ന് തോന്നിയതുകൊണ്ട് ആര്യ വേഗം തന്നെ ഗൗതത്തിൻ്റെ പിന്നിലേക്ക് ഒതുങ്ങി. ഗൗതം അത് കാണുകയും ചെയ്തു. ഒരു പുഞ്ചിരി അവൻ്റെ ചൊടികളിൽ വിരിഞ്ഞു. ആര്യനന്ദ, തൻ്റെ വീട് എവിടെയാണ്? ഇടയ്ക്ക് അഭയ് അവളോട് ചോദിച്ചു. അവൾ സ്ഥലപ്പേര് പറഞ്ഞു കൊടുത്തു. ഓക്കെ, താൻ എവിടെയായിരുന്നു പഠിച്ചത്? എവിടെയോ കണ്ടു മറന്നതുപോലെ. ഓൾ സയൻസിൽ. ഓ, അവൻ പിന്നെയും ഓരോന്ന് ചോദിക്കാനായി തുടങ്ങിയതും ആര്യ ഗൗതത്തിനോട് ചോദിച്ചിട്ട് വെളിയിലേക്ക് ഇറങ്ങിപ്പോയി. അവൾ പോയ വഴിയെ നോക്കുന്ന അഭയെ കണ്ടപ്പോൾ ഗൗതത്തിന് അവനിട്ട് ഒന്ന് പൊട്ടിക്കാനാണ് തോന്നിയത്. പക്ഷേ അവരെ പിണക്കേണ്ട എന്ന് കരുതി സംയമനം പാലിച്ചു. ക്യാബിൻ വിട്ടിറങ്ങിയ ആര്യ ദേവികയുമായി ക്യാൻറ്റീനിലേക്ക് പോയി. ദേവിക ആര്യയെ തന്നെ അടിമുടി വീക്ഷിക്കുകയായിരുന്നു. ഇതു കണ്ട ആര്യ ഉള്ളിലെ പതർച്ച മാറ്റി വെച്ചുകൊണ്ട് ചോദിച്ചു, നീ എന്തിനാ ഇങ്ങനെ നോക്കുന്നത്? അല്ല ആര്യയെ, നിനക്കെന്തോ മാറ്റമുണ്ട്, ദേവിക പറഞ്ഞു. മാറ്റമോ? എനിക്കൊരു മാറ്റവുമില്ല, ആര്യ പറഞ്ഞു. 2 ദിവസമായി തുടങ്ങിയിട്ട്. ഇനി പറയ്, എന്താ പറ്റിയതെന്ന്? ദേവിക ആര്യയോട് ചോദിച്ചു. കള്ളം പറഞ്ഞ് പിടിച്ചു നിൽക്കാമെന്ന് കരുതണ്ട. നിനക്ക് കള്ളം പറയാൻ അറിയില്ല. അതുകൊണ്ട് വേഗം സത്യം പറഞ്ഞോ. അവസാനം ദേവികയുടെ മുൻപിൽ ആര്യ മുട്ടുമടക്കി. ഇന്നലെയും ഇന്നുമായി നടന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇത് കേട്ട ദേവികയുടെ ഉള്ള കിളികളെല്ലാം പറന്നുപോയി. അവൾ അന്തം വിട്ട് ആര്യയെ തന്നെ നോക്കിയിരുന്നു. ദേവികേ, ഈ ദേവികേ, ആര്യ വിളിച്ചു. പറന്നുപോയ കിളികളെല്ലാം തിരിച്ചു കൊണ്ടുവരാൻ ദേവികയ്ക്ക് കുറച്ച് സമയമെടുത്തു. എന്നാലും ഗൗതം സാറ്, നിന്റെ കഴുത്ത് താലി കെട്ടിയോ? എനിക്കത് വിശ്വസിക്കാനാവുന്നില്ല. പിന്നെയും ദേവിക അതുതന്നെ പറഞ്ഞുകൊണ്ടിരുന്നു. സഹി കേട്ട് ആര്യ തൻ്റെ ടോപ്പിനുള്ളിലായി ഒളിപ്പിച്ചു വെച്ചിരുന്ന താലി എടുത്ത് കാണിച്ചു കൊടുത്തു. അതുകൂടി കണ്ടപ്പോൾ അവളുടെ കണ്ണുകൾ രണ്ടും മിഴിഞ്ഞു വന്നു. എന്നാലും എൻ്റെ ആര്യയെ, സാറിനെ നീ ഇത്രയൊക്കെ പറഞ്ഞിട്ട് അയാളെ പിന്നെയും പോയി നീ കെട്ടിപ്പിടിച്ചോ? ഛേ, അത് മോശമായിപ്പോയി കേട്ടോ. എന്നിട്ട് അയാളുടെ കിസും വാങ്ങി വന്നിരിക്കാൻ നിനക്ക് നാണമില്ലേ? ദേവിക ചോദിച്ചു. അപ്പോൾ ആര്യ മുഖം കുനിച്ചിരുന്നു. ഞാൻ അപ്പോഴത്തെ സങ്കടത്തിൽ ചെയ്തു പോയതാ, ആര്യ തല ഉനിച്ചുകൊണ്ട് പറഞ്ഞു. കഴിഞ്ഞത് കഴിഞ്ഞു. ഇനി എന്താ ചെയ്യാൻ പോകുന്നത്?
ദേവിക ചോദിച്ചു. എന്തു ചെയ്യാൻ? ഇതും തൂക്കിക്കൊണ്ട് നടക്കാനാണോ നിന്റെ പ്ലാൻ? ആരെങ്കിലും കണ്ടാലോ? അത് ആരും കാണാതെ ഞാൻ സൂക്ഷിച്ചോളാം. ഇതിൻ്റെ പേരിൽ ഒരവകാശത്തിനും ചെല്ലില്ലെന്ന് ഞാൻ സാറിന് വാക്ക് കൊടുത്തിട്ടുണ്ട്. എനിക്ക് ജീവിക്കാൻ ഈ ജന്മം ഇതു മതി. ആര്യ, ദേവിക വളരെ വിഷമത്തോടെ വിളിച്ചു. അതേടി, എൻ്റെ മനസ്സിൽ അന്നും ഇന്നും ഇനി എന്നും സാറ് മാത്രമേ ഉള്ളൂ. സാറിൻ്റെ സ്ഥാനത്ത് വേറൊരാളെ കാണാൻ എനിക്കൊരിക്കലും കഴിയില്ല. ഇനിയുള്ള എൻ്റെ ജീവിതം സ്നേഹതീരത്തുള്ളവർക്ക് വേണ്ടിയാണ്. എന്നാലും നിനക്കും വേണ്ടേ മോളെ ഒരു ജീവിതം? ദേവിക ചോദിച്ചു. ഇങ്ങനെയൊക്കെ അങ്ങ് ജീവിക്കും. നീ ഈ കാര്യം ആരോടും പറയരുത്. ഇത്രയും പറഞ്ഞപ്പോഴേക്കും ആര്യയുടെ കണ്ണുകളിൽ മിഴിനീർ ഉരുണ്ടുകൂടി. അവൾ അത് പെട്ടെന്ന് തന്നെ തുടച്ചു മാറ്റുകയും ചെയ്തു. വാ, സമയം ഒരുപാടായി, നമുക്ക് പോകാം. അഭയ് വർമ്മയുടെ നോട്ടവും സംസാരവും ഒന്നും ശരിയല്ല. അയാൾക്ക് എന്തൊക്കെ അറിയണം? അയാളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയാണ് ഞാനിപ്പോൾ ഇങ്ങോട്ട് വന്നത്. അയാൾ പോയി കാണും, നമ്മൾക്ക് പോകാം, ആര്യ പറഞ്ഞു. ഇതിനിടയ്ക്ക് അങ്ങനെയും നടന്നോ? അയാൾ കൊള്ളാടി. എന്നാ ഗ്ലാമറാ, പോരാത്തതിന് ചുള്ളനും. നമുക്ക് നോക്കാടി. അയാളെ അങ്ങ് കെട്ടിയാലോ? അപ്പോൾ നീ വിഷ്ണുവിനെ കളഞ്ഞോ? പാവം, ഇതറിഞ്ഞാൽ വിഷ്ണുവിന് അറ്റാക്ക് വരും. ഒന്ന് പോയോടി. എനിക്കല്ല, എനിക്കെൻ്റെ വിഷ്ണുവേട്ടൻ മതി. ഇത് നിനക്കാടി. നീ അയാളെ അങ്ങ് കെട്ടി ഒരു 5-6 മക്കളെയും പ്രസവിച്ച് അടിച്ചു പൊളിച്ച് ജീവിച്ച് കാണിച്ചു കൊടുത്തു ഗൗതം സാറിന്. സാറ് ഞെട്ടട്ടെ. എന്തേ? ദേവിക പറഞ്ഞു. സാറ് മാത്രമാക്കണ്ട, നാട്ടുകാരും ഞെട്ടും. ഇത് തന്നെ പണിയെന്നും പറഞ്ഞു. ഒന്ന് പോയടി അവിടുന്ന്, ആര്യ പറഞ്ഞു. ഏറ്റില്ല അല്ലേ? ദേവിക പറഞ്ഞു. ഇല്ല. അതിന് ദേവിക ഒരു ഇളിയങ്ങ് പാസാക്കി. നീ ഒന്ന് പെട്ടെന്ന് വന്നേ, നമുക്ക് പോകാം, ആര്യ പറഞ്ഞു. ആര്യ ഗൗതത്തിൻ്റെ ക്യാബിനിലേക്ക് ചെന്നു. വലിഞ്ഞു മുറുകിയ മുഖവുമായി ഗൗതം ചെയറിൽ ഇരിക്കുകയായിരുന്നു. ആര്യ ഗൗതത്തെ ശ്രദ്ധിക്കാതെ തൻ്റെ സീറ്റിലേക്ക് പോയി. ആര്യയുടെ പിൻകഴുത്തിലായി ഗൗതത്തിൻ്റെ ശ്വാസം അടിച്ചതും അവൾ ഞെട്ടിപ്പിടഞ്ഞുകൊണ്ട് തിരിഞ്ഞു നോക്കിയപ്പോൾ തന്നെ തൊട്ടില്ല എന്ന രീതിയിൽ ഗൗതം നിൽക്കുന്നു. അവൾക്ക് തൻ്റെ ഉമിനീര് പോലും വറ്റിപ്പോയി. എന്തു ചെയ്യണമെന്നറിയാതെ അവൾ കണ്ണുകൾ അടച്ചു. എന്തായിരുന്നു ആ അഭയമായിട്ടൊരു സംസാരം? ഗൗതം ചോദിച്ചു. ഏയ്, ഒന്നുമില്ല, ഓഫീസ് കാര്യങ്ങൾ, ആര്യ വിക്കി പറഞ്ഞു. എന്നാലിനി അവനുമായി കൂടുതൽ ഓഫീസ് കാര്യങ്ങൾ വേണ്ട, എനിക്കത് ഇഷ്ടമല്ല എന്നു പറഞ്ഞ് ഗൗതം അവളുടെ പിൻകഴുത്തിലായി അമർത്തി മുത്തിയിട്ട് അവൻ്റെ സീറ്റിലേക്ക് പോയിരുന്നു. ഗൗതത്തിൻ്റെ അങ്ങനെയൊരു നീക്കം അവൾ ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ലായിരുന്നു. അവളുടെ മേൽച്ചുണ്ടിലും കഴുത്തിലും നെറ്റിയിലുമായി വിയർപ്പ് കണങ്ങൾ ഉരുണ്ടുകൂടി. ഉമിനീരും വറ്റി. തൊണ്ടയിൽ നിന്ന് ശബ്ദം പുറത്തേക്ക് വരുന്നുണ്ടായിരുന്നില്ല. ആര്യ കുറച്ചു സമയം കണ്ണടച്ചിരുന്നു. അവളുടെ മാറ്റങ്ങളൊക്കെ ഒരു കള്ളച്ചിരിയാലെ ഗൗതം നോക്കിക്കൊണ്ട് ചെയറിലായിരുന്നു. ഉച്ചയായതോടുകൂടി ഇഷാനിയും കൃഷ്ണകുമാറും വന്നു. എൻഗേജ്മെൻറ്റിന് എല്ലാവരെയും ഇൻവൈറ്റ് ചെയ്യാനാണ് അവർ വന്നത്. ഓഫീസിലുള്ള എല്ലാവരെയും എൻഗേജ്മെൻറ്റിന് ക്ഷണിച്ചു. ഈ വരുന്ന സൺഡേ ഹോട്ടൽ ഹിൽ പാലസിൽ വച്ചാണ് എൻഗേജ്മെൻറ്റ്. പിന്നീട് സ്റ്റാഫ്സ് എല്ലാവർക്കും എൻഗേജ്മെൻറ്റിനെ കുറിച്ചായിരുന്നു ചർച്ച. ഇതൊക്കെ കേട്ട് ആര്യയുടെ കണ്ണുകൾ നിറഞ്ഞുവെങ്കിലും അവൾ അത് ആരും കാണാതെ തുടച്ചു നീക്കി. പക്ഷേ ഇതെല്ലാം ദേവിക കാണുന്നുണ്ടായിരുന്നു. അവൾക്ക് പിന്നീട് ഓഫീസ് കാര്യങ്ങളിലൊന്നും ശ്രദ്ധിക്കാൻ കഴിയാതെ ക്യാബിനിൽ തന്നെ ഇരുന്നു. ഇത് കണ്ട ഗൗതം, എടോ, തനിക്കെന്താ സുഖമില്ലേ? എന്തെങ്കിലും വൈകാരിക ഉണ്ടോ? അത് സാർ, തലവേദനയാണ്, ആര്യ പറഞ്ഞു. ഹോസ്പിറ്റലിൽ പോകണോ? വേണ്ട സാർ, കുറച്ച് കിടന്നാൽ മതി, അത് മാറിക്കോളും. തനിക്ക് വയ്യെങ്കിൽ താൻ വീട്ടിൽ പൊയ്ക്കോളൂ, ഗൗതം പറഞ്ഞു. അത് അവൾക്ക് വലിയൊരു ആശ്വാസമായി തോന്നി. ദേവികയും ഹാഫ് ഡേ ലീവ് എടുത്ത് ആര്യയുടെ ഒപ്പം പോയി. നീ എന്തിനാണ് ഇങ്ങനെ വിഷമിക്കുന്നത് ആര്യേ? നിനക്കറിയില്ലേ കാര്യങ്ങളൊക്കെ? പിന്നെന്താ? ഏയ്, എനിക്ക് വിഷമമൊന്നുമില്ല, ആര്യ പറഞ്ഞു. അർഹതയില്ലാത്തതാണെന്ന് അറിഞ്ഞിട്ട് പിന്നെയും എൻ്റെ മനസ്സ് അറിയാതെ ആഗ്രഹിച്ചു പോകുന്നു. എങ്ങനെയെങ്കിലും 6 മാസം കൂടി ഇവിടെ ജോലി ചെയ്തിട്ട് പിന്നീട് ഇവിടെ നിന്ന് മാറി വേറെ എവിടെയെങ്കിലും ഒരു ജോലി നോക്കണം എന്ന് പറഞ്ഞ് രണ്ടുപേരും കൂടി ബസ് സ്റ്റോപ്പിലേക്ക് നടന്നു. പിറ്റേ ദിവസം തന്നെ ഗൗതവും പത്മിനിയും ഇഷാനിയും കൂടി തറവാട്ടിലേക്ക് പോയി. തറവാട് പൂട്ടിയിട്ടിരിക്കുമായിരുന്നുവെങ്കിലും അത് വൃത്തിയായി സൂക്ഷിച്ചിരുന്നു. തറവാട് തുറന്ന് അവർ 3 പേരും അകത്ത് കയറി. ഗൗതം വലുതായതിനു ശേഷം ആദ്യമായാണ് ഇവിടെ വരുന്നത്. കുഞ്ഞിലേ വന്നിട്ടുണ്ട്, അത് ഒരു ചെറിയ ഓർമ്മ മാത്രമേ ഉള്ളൂ.
ഗൗതവും ഇഷാനിയും കൂടി ഓരോരോ മുറികളും തുറന്നു നോക്കി. ഒരു ഷെൽഫിലായി നല്ല വൃത്തിയായി ബുക്കുകൾ അടുക്കി വെച്ചിരിക്കുന്നത് കണ്ട് ഗൗതം അങ്ങോട്ട് ചെന്നു. ഇതാരുടേതാ അമ്മേ ഇത്രയും ബുക്സ്? ഗൗതം ചോദിച്ചു. അതൊക്കെ നന്ദേട്ടൻ്റെയാ. ഏട്ടൻ ബുക്സ് എന്ന് വെച്ചാൽ ജീവനാ. ചെറുതായിട്ട് എഴുതുകയുമൊക്കെ ചെയ്യുമായിരുന്നു. നന്ദേട്ടൻ്റെ ഓർമ്മയ്ക്കായി ഇന്നും ഇത് വൃത്തിയായി സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത്. ഏട്ടൻ എന്നെങ്കിലും തിരിച്ചു വരുമല്ലോ എന്ന് കരുതി, പത്മിനി പറഞ്ഞു. ഗൗതം ഷെൽഫ് തുറന്ന് അതിൽ നിന്നൊരു ബുക്ക് എടുത്ത് തുറന്നു നോക്കി. അതിൻ്റെ ഫ്രണ്ട് പേജിൽ നല്ല വടുവത്ത അക്ഷരത്തിൽ എൻ്റെ നന്ദിനിക്കുട്ടിക്ക് എന്ന് എഴുതിയിരിക്കുന്നു. ഗൗതം ആ അക്ഷരത്തിൽ മെല്ലെ തലോടി. എന്നിട്ട് അത് തിരിച്ചു വയ്ക്കാൻ നേരം അതിൽ നിന്ന് എന്തോ താഴേക്ക് വീണു. ഗൗതം കുനിഞ്ഞ് അതെടുത്ത് നോക്കിയപ്പോൾ അത് സുന്ദരിയായ ഒരു സ്ത്രീയുടെ കൈയും പിടിച്ചു നിൽക്കുന്ന ചെറുപ്പക്കാരൻ്റെ ഫോട്ടോയായിരുന്നു. ഗൗതം ആ ഫോട്ടോയിലേക്ക് സൂക്ഷിച്ചു നോക്കി. ആരായിരിക്കും ഇത്? മോനെ കണ്ണാ, നീ അവിടെ എന്തെടുക്കുക? വന്നേ, നമുക്ക് വല്യമ്മാമ്മയുടെ വീട്ടിൽ പോകണ്ടേ? വന്നേ എന്ന് പറഞ്ഞ് പത്മിനി അവിടേക്ക് വന്നു. അപ്പോഴാണ് ഗൗതത്തിൻ്റെ കയ്യിലിരിക്കുന്ന ഫോട്ടോ കണ്ടത്. എന്താ നിന്റെ കയ്യിൽ? അതൊരു ഫോട്ടോയാണമ്മേ. ആരാ ഇത്? ഫോട്ടോ നോക്കട്ടെ എന്ന് പറഞ്ഞ് പത്മിനി ഗൗതത്തിൻ്റെ കയ്യിൽ നിന്ന് ഫോട്ടോ വാങ്ങി നോക്കി. ഫോട്ടോ കണ്ടപ്പോഴേ പത്മിനിയുടെ കണ്ണുകൾ നിറഞ്ഞു. അമ്മേ, അമ്മ എന്തിനാ കരയുന്നേ? ഗൗതം വെപ്രാളത്തോടെ ചോദിച്ചു. ഇതെൻ്റെ നന്ദേട്ടനാ മോനെ. അപ്പോൾ കൂടെയുള്ളത് അമ്മ പറഞ്ഞ ആ പെൺകുട്ടിയാണോ? അതേ മോനെ, ഇതാണ് നന്ദിനി, നന്ദേട്ടൻ്റെ നന്ദിനിക്കുട്ടി. ഗൗതം ഫോട്ടോയിലേക്ക് സൂക്ഷിച്ചു നോക്കി. ഞാൻ എവിടെയോ കണ്ടിട്ടുള്ളത് പോലെ, എവിടെയാണെന്ന് ഓർമ്മ കിട്ടുന്നില്ലല്ലോ, ഗൗതം ആലോചിച്ചു കൊണ്ടിരുന്നു. കണ്ണാ, നീ ഇത് എന്താലോചിച്ച് നിൽക്കുക? വാ, നമുക്ക് പോകാം എന്ന് പറഞ്ഞ് പത്മിനി തിരക്ക് കൂട്ടിക്കൊണ്ടിരുന്നു. ഗൗതം വേഗം തന്നെ ആ ഫോട്ടോ തൻ്റെ പോക്കറ്റിലായി എടുത്തു വെച്ചു. എന്നിട്ട് വേഗം തന്നെ പത്മിനിയുടെ കൂടെ പോയി. ഗൗതത്തിൻ്റെ ചിന്ത മുഴുവനും ആ ഫോട്ടോയെക്കുറിച്ചായിരുന്നു. എന്നാലും എവിടെയാണ് അത് കണ്ടത്? ഗൗതം വീണ്ടും വീണ്ടും ആലോചിച്ചു കൊണ്ടേയിരുന്നു.